ആർഗ്യുമെന്റ് നോട്ട് നിങ്ങളാണോ പ്രിപ്പയർ ചെയ്തത്? അതെ മാഡം. ബിഗിനർ എന്ന നിലയിൽ ഈ ആർഗ്യുമെന്റ് നോട്ട് പ്രിപ്പയർ ചെയ്ത നിങ്ങളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. താങ്ക് യു മാഡം. പക്ഷേ ഒരു കേസിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമ്മൾ കേൾക്കുന്ന ജഡ്ജിക്ക് നമ്മൾ പറയുന്നത് ന്യായമാണെന്ന് തോന്നാൻ ഇത് പോരാ. മാഡം, അത് നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല. നിങ്ങളുടെ എഫേർട്ടിനെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഓരോ കേസിന്റെയും പിന്നിൽ ഇരയാക്കപ്പെട്ട ഒരാളുണ്ട്, അല്ലെങ്കിൽ ഒരു സമൂഹമുണ്ട്. അവരുടെ കണ്ണുനീരും വേദനയും നമ്മൾ കാണാതെ പോരുത്. നിങ്ങളിപ്പോ പ്രിപ്പയർ ചെയ്ത ഈ കടലാസുകളൊന്നും വെറും രേഖകളല്ല, ഇരയായി പോയൊരാളുടെ ജീവിതത്തിന്റെ അവശിഷ്ടങ്ങളാ. ഈ കേസ് ജയിക്കേണ്ടത് നമ്മുടെ ക്ലയന്റിന് വേണ്ടി മാത്രമല്ല, സത്യത്തിന് വേണ്ടി കൂടിയാ. KM നാനാവതി vs സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര 2010 നടന്നൊരു കേസാ. അതിന്റെ ഫയൽ ഒന്നുകൂടി സ്റ്റഡി ചെയ്തിട്ട് ഈ ആർഗ്യുമെന്റ് നോട്ട് ഒന്നുകൂടി പ്രിപ്പയർ ചെയ്യണം. അപ്പോ കാര്യങ്ങൾ കുറച്ചുകൂടി പെർഫെക്റ്റ് ആവും. ശരി, താങ്ക് യു. മാഡത്തിന് ഒരു കൊറിയർ ഉണ്ടായിരുന്നു. ഇതിപ്പോ വന്നതാ ഇന്ന് രാവിലെ. ശരി ശരി മാഡം. ഇത് അയച്ചത്? ഇതിന്റെ ഫ്രം അഡ്രസ് ഇല്ലല്ലോ. ഹലോ സച്ചി, എനിക്ക് സച്ചി ഉടനെ കാണണം, വളരെ അത്യാവശ്യം. അങ്ങനെ പറഞ്ഞ പറ്റില്ല സച്ചി, ഇപ്പൊ തന്നെ കണ്ടേ പറ്റൂ. അതൊക്കെ ഉണ്ട്, ഇല്ല ഞാൻ നേരിൽ കാണുമ്പോ പറയാം. എന്താ പേടിച്ചോ? എന്തിനാ പേടിക്കുന്നേ? അത് പിന്നെ പെട്ടെന്ന് രാജീവിനെ മുന്നിൽ കണ്ടപ്പോ. മടിയിൽ കനമില്ലാത്തവനെ വഴിയിൽ പേടി വേണ്ടെന്നൊരു ചൊല്ലുണ്ട്. ഉള്ളിൽ മറച്ചു വയ്ക്കാനുള്ളവർക്കാണ് മറ്റുള്ളവരെ പേടിക്കേണ്ടത്. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇനിയും പേടിക്കേണ്ടി വരും. നമുക്ക് പരസ്പരം ഇപ്പം ഏകദേശം എല്ലാം അറിയാം. മരണത്തിന്റെ അറ്റത്തുനിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിൽ പ്രധാന പങ്കുവച്ചത് സമൃദ്ധയാണ്. ഒരു സഹോദരിയുടെ സ്ഥാനം തന്നെ സമൃദ്ധയ്ക്ക് ഞാൻ മനസ്സിൽ തന്നിട്ടുണ്ട്. അതെനിക്കറിയാം. പക്ഷേങ്കിലും അടിസ്ഥാനപരമായി ഞാനൊരു പോലീസുകാരനാണ്.